വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രണയം മരിക്കാത്ത മധുരതരമായ അനുഭൂതിയാണെന്ന് കവികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രേമിക്കാത്തവൻ ഗർദഭം എന്നാണ് കവി ഒമർ ഖയ്യാം പാടിയിരിക്കുന്നത്. എന്നാൽ പ്രണയം സമ്മാനിച്ച വേദനയുടെ നെരിപ്പോടിൽ സ്വയം ജീവിതം ഹോമിച്ചവരുമുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തിയെയാണ് വർത്തമാനം ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഭഗ്ന പ്രണയകഥയിലെ നായിക വിലാസിനി ടീച്ചർ. നായകൻ മറ്റാരുമല്ല, സാക്ഷാൽ സുകുമാർ അഴീക്കോട്. വർത്തമാനത്തിലേക്ക് വിലാസിനി ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ടീച്ചർ 1967 മാർച്ച് 3 തിരുവനന്തപുരം ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ വെച്ച് വിലാസിനി ടീച്ചറെ സുകുമാർ അഴീക്കോട് ആദ്യമായി കാണുന്നു. ആദ്യ ദർശനത്തിൽ തന്നെ അദ്ദേഹം അനുരാഗബദ്ധനാവുന്നു. വിലാസിനി ടീച്ചറുടെ ജീവിതത്തിൻ്റെ വിധി തന്നെ മാറ്റി എഴുതിയ ഒരു ദിവസമായിരുന്നില്ലേ അത്? അതെ. എങ്ങനെയാണ് ഈ കണ്ടുമുട്ടലും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കത്തുകളിലൂടെയാണല്ലോ അല്ലേ പ്രണയം അറിയിക്കുന്നത്? അപ്പോൾ 1967 മാർച്ച് 3 ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ. എനിക്കാണെങ്കിൽ കോളേജിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് റെക്കമെൻഡ് ചെയ്തിരുന്നത് കൊണ്ട് ക്ലാസ് എടുക്കേണ്ടി വന്നു കമ്മീഷൻ്റെ മുമ്പാകെ. അപ്പം ഞാൻ 2 ക്ലാസ് അന്ന് ഡബിൾ ഓപ്ഷണലാണ്. അപ്പം മലയാളത്തിലും ജോഗ്രഫിയിലും ക്ലാസ് എടുക്കണം. മലയാളത്തിൽ ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചത് ചിന്താവിഷ്ടയായ സീതയെപ്പറ്റി. അതിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറായി വന്നു. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ 2-3 പേര് എൻ്റെ ക്ലാസ്സിലേക്ക് കയറി വന്ന്, 2-3 പേരെന്ന് പറയുന്ന കമ്മീഷൻ മെമ്പേഴ്സ്, അവർ വന്ന് ഇരിക്കാൻ അവരോട് അപേക്ഷിച്ചു. അവരിരുന്നു. ഞാൻ ക്ലാസ് എടുത്തോളാൻ അവർ പറഞ്ഞു. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് ഇരുന്നു. അങ്ങനെ 2-3 അങ്ങനെ ഒരു അരമണിക്കൂർ സമയം ഇവർ 2-3 പേര് ക്ലാസ്സിൽ തന്നെ ഇരുന്ന് എൻ്റെ ക്ലാസ് കണ്ട്. അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസവും എനിക്ക് ക്ലാസ് എടുക്കണമായിരുന്നു. പിറ്റേ ദിവസം ജോഗ്രഫിയാണ് പഠിപ്പിക്കുന്നത്. ആ സമയത്തും ഇവർ 2-3 തലേ ദിവസം ക്ലാസ്സിലേക്ക് വന്ന ആളുകൾ 2-3 പേര് ക്ലാസ്സിലേക്ക് കയറി വന്ന് അവിടെ ഇരുന്ന് ഒരു കുട്ടിയുടെ ക്ലാസ് അരമണിക്കൂറെങ്കിലും കാണണമെന്നാണ്. അപ്പോൾ അതനുസരിച്ച് അവർ ക്ലാസ് കണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് തന്നെ ആഫ്റ്റർനൂണിൽ, ഈ 4-ാം തീയതി ആഫ്റ്റർനൂണിൽ ഞങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് കുറേ കുട്ടികൾക്ക് വൈവ അറേഞ്ച് ചെയ്തു. അപ്പോൾ എനിക്ക് വൈവയ്ക്ക് പോകേണ്ടിയിരുന്നതും ഇദ്ദേഹത്തിൻ്റെ അടുത്താണ്. അപ്പം റെക്കോർഡ്സും മറ്റ് ടീച്ചിങ് എയ്ഡ്സും എല്ലാം ഇദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് കൂടെയുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. 3 പേരിൽ ഒരാൾ. അപ്പം മലയാളത്തിൻ്റെ ക്ലാസ് അദ്ദേഹമാണ് അസസ് ചെയ്യുന്നത്. അതുപോലെ ഇൻ്റർവ്യൂവിന് 5-6 പേരുണ്ട് കമ്മീഷനിൽ. അപ്പോൾ 200 കുട്ടികളാണ് ഞങ്ങൾ. അതിൽ ആദ്യത്തെ കുറേ കുട്ടികൾ, ആദ്യത്തെ ആയിരുന്നു എൻ്റേത്. മലയാളമാണ് അവിടെ ആദ്യത്തെ നമ്പർ. അപ്പോൾ എൻ്റെ നമ്പർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വൈവായിക്കാണ് അലോട്ട് ചെയ്ത് വെച്ചിരുന്നത്. അതനുസരിച്ച് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വൈവായിക്ക് എത്തി. അപ്പോൾ കുട്ടികൾ, ബാക്കി സഹപാഠികളെല്ലാം കൂടെ എന്നെ സഹായിച്ച് ടീച്ചിങ് എയ്ഡ്സും റെക്കോർഡ്സും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് എടുത്തുകൊണ്ട് വയ്ക്കാനും. അപ്പോൾ മുറിക്ക് പുറത്ത് ഞങ്ങളുടെ പ്രൊഫസർ ശാരദ ടീച്ചർ നിൽപ്പുണ്ടായിരുന്നു. അവരും എന്നെ സഹായിച്ച് തിങ്സൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കാൻ. അകത്ത് കയറിയപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. ഞാനിരുന്നു. അപ്പോൾ വൈവ സംബന്ധമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു.
എവിടെയാണ് വീട്, ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, ഇനി എങ്ങോട്ടാണ്, ഏത് സ്കൂളിലേക്കാണ് പോകുന്നത്, സംഗീതം പഠിച്ചിട്ടുണ്ടോ, എല്ലാം പേഴ്സണൽ. സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ല. അപ്പോൾ കവിത ചൊല്ലിയത് ഇഷ്ടപ്പെട്ടു എന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. ടീച്ചർ പറഞ്ഞു. ഓഹോ, ടീച്ചറോട് പറഞ്ഞിരുന്നു? ടീച്ചറോട് ആരോ പറഞ്ഞു, കുമാരനാശാൻ്റെ 3 കവിതകൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എഡ്യൂക്കേഷനെ പറ്റിയായി ചോദ്യം. പേഴ്സി നൺ എന്ന് പറയുന്ന എഡ്യൂക്കേഷണലിസ്റ്റിനെ അറിയുമോ? അറിയാം. അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകം വായിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷൻ ഇറ്റ്സ് ഡാറ്റ ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്. മനസ്സിലായോ എന്ന് ചോദിച്ചു. മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ. പിന്നെ റെക്കോർഡ്സ് പരിശോധിച്ചെങ്കിൽ മറിച്ച് നോക്കിയിട്ട് ചോദിച്ചു, സ്പീഡിൽ എഴുതിയാലും ഇതുപോലെ എഴുതാം, ഭംഗിയായിട്ട് എഴുതാൻ പറ്റും, കൈയെഴുത്ത്. ഞാൻ പറഞ്ഞു പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് പോകാനുള്ള സമയം ആയി എന്ന് പറഞ്ഞ് ഞാൻ ഈ റെക്കോർഡ്സ് എടുത്തുകൊണ്ട് ക്ലാസ്സിന് പുറത്തേക്ക് വന്നു. അപ്പോൾ ടീച്ചർ, പ്രൊഫസർ ശാരദ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. എന്തൊക്കെ ചോദിച്ചു എന്ന് ആകാംക്ഷയോടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചോദിച്ചു, ഹാൻഡ് റൈറ്റിങ് സ്പീഡിന് എഴുതിയാലും ഇതുപോലെ ഇരിക്കും എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, കയ്യക്ഷരം കണ്ടിട്ട് കൊതി വന്ന് കാണും. അത്രയും പറഞ്ഞതേ ഉള്ളു. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. പിന്നെ പിറ്റേ ദിവസം അവിടെ വേറെ കുട്ടികൾക്ക് വൈവായും ഇതുപോലുള്ള ക്ലാസ് എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കോളേജിലേക്ക് പോയില്ല. അത് കഴിഞ്ഞ് മാർച്ച് 8-ാം തീയതി ഞങ്ങളുടെ അസോസിയേഷൻ സെക്രട്ടറി സദാശിവൻ നായർ അദ്ദേഹത്തെ പോയി പ്രസംഗത്തിന് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അദ്ദേഹം കോളേജിലെത്തി. വൈകുന്നേരം 3 മണിക്കാണ്, 3 to 4 ആണ് അസോസിയേഷൻ പീരീഡ്. അസോസിയേഷൻ സംസാരിക്കാൻ വന്നതാണ്. അദ്ദേഹം സ്റ്റേജിൽ ഇരിക്കുന്നത് കണ്ട് പ്രസംഗിക്കാൻ എഴുന്നേറ്റ്. അപ്പോൾ അധ്യാപനത്തിൻ്റെ മഹത്വത്തെ പറ്റിയൊക്കെയാണ് സംസാരിച്ചത്. അധ്യാപനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് മറ്റൊരു മനുഷ്യാത്മാവിനെ സമുദ്ധരിക്കലാണ്. കുട്ടികളുടെ ജീവിതരഥം ഭൂമിയിൽ നിന്ന് ഉയരണം. അപ്പോൾ അതിന് തക്കതുപോലുള്ള അധ്യാപകരായിരിക്കണം. ഒരു ഡെഡിക്കേഷൻ. ഈ വാക്കുകൾ കൊണ്ടുള്ള കസർത്ത് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ആശയങ്ങളോട് എനിക്ക് വളരെ ആഭിമുഖ്യം തോന്നി. അപ്പോൾ ഞങ്ങളൊക്കെ ഇത് പ്രസംഗമെല്ലാം കഴിഞ്ഞ് അന്ന് പ്രിൻസിപ്പൽ ഒരു നോട്ടീസ് വായിച്ചു. ചില കുട്ടികളുടെ ഒരു 3-4 കുട്ടികളുടെ പേരും നമ്പരും നോട്ട് ചെയ്തിട്ട് ഈ കുട്ടികൾ വൈകുന്നേരം പ്രിൻസിപ്പലിനെ കാണണമെന്ന്. അങ്ങനെ ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിൻസിപ്പലിൻ്റെ റൂമിൻ്റെ വാതിക്കലേക്ക് ചെന്നു. ഞാനും വേറെ 2-3 കുട്ടികളുമുണ്ട്. ഞങ്ങളുടെ റെക്കോർഡ്സ് കോളേജിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുചെല്ലാനാണ് പ്രിൻസിപ്പൽ പറയുന്നത്. അതിനു വേണ്ടിയാണ് ഞങ്ങളെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. അതിനു വേണ്ടി പ്രിൻസിപ്പലിൻ്റെ റൂമിൻ്റെ വാതിക്കലെത്തിയപ്പോൾ ഇദ്ദേഹം പ്രിൻസിപ്പലും കൂടെ റൂമിനകത്തേക്ക് കയറുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പുറത്ത് വെയിറ്റ് ചെയ്തു. അങ്ങനെ 8-ാം തീയതിയാണ് ഈ സംഭവം. 8-ാം തീയതി തന്നെ അദ്ദേഹം തിരിച്ചു പോയി. 9-ാം തീയതി മൂത്തകുന്നത്തെ പ്ലേസും ഡേറ്റും വെച്ച് 9/3/67 എനിക്കൊരു കത്ത്. സോദരി അവിടെ വെച്ച് ക്ലാസ് കണ്ടപ്പോൾ അഭിനന്ദിച്ച് ചിലത് പറയണമെന്ന് തോന്നി. ഇന്നലെ പ്രിൻസിപ്പലിൻ്റെ റൂമിൻ്റെ അടുത്ത് വെച്ച് കണ്ടപ്പോഴും സംസാരിക്കാൻ പറ്റിയില്ല. ഭീരു തന്നെ. വിലാസിനിയെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അച്ഛനമ്മമാർ, മറ്റ് കാര്യങ്ങൾ എല്ലാം അറിയാൻ താല്പര്യപ്പെടുന്നു. അല്ല, എന്തായിരുന്നു ഈ സുകുമാർ അഴീക്കോടിനെ പോലുള്ള ഒരു വ്യക്തിയുടെ ഒരു എഴുത്ത് അല്ലേ, തികച്ചും അപ്രതീക്ഷിതമായി കിട്ടിയപ്പോൾ എന്തായിരുന്നു അനുഭവം? എനിക്കൊരു അത്ഭുതം. അത് ഞാൻ എഴുതിയ പിന്നെ മറുപടിയിൽ അത് ഞാൻ ആദ്യം തന്നെ അതാണ് എഴുതുന്നത്. സത്യം പറയട്ടെ, ഞാൻ സത്യമല്ലാതെ ഇന്ന് വരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. സത്യം പറയട്ടെ കത്ത് കണ്ടപ്പോൾ ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. അതായിരുന്നു എൻ്റെ മറുപടി കത്ത് അല്ലേ, ആദ്യത്തെ സെൻറ്റൻസ്. എനിക്കൊരു പരിഭ്രമം, അയ്യോ ഇത്ര ഒരു വേവലാതി. പക്ഷെ ഞാൻ കുട്ടികളോട് ആരോടും പറഞ്ഞില്ല. കുട്ടികളോട് പറഞ്ഞാൽ അവിടെ ഒരു വലിയ ഭൂകമ്പം. അതെ ശരിയാണ്. അതുകൊണ്ട് ഞാനത് അല്ലേലും അന്നേ ഈ പൊതുവെ ഒരു ആരാധന ഉണ്ടായിരുന്നില്ല അല്ലേ ഇദ്ദേഹത്തോട്? അദ്ദേഹത്തോട് എനിക്ക് നേരത്തെ ആരാധനയൊന്നും ഉണ്ടായില്ല. ഞാനിപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഈ ചിന്താവിഷ്ടയായ സീത പഠിപ്പിക്കാനുള്ള അവസരം വരുന്നത് ഹൈസ്കൂൾ ക്ലാസ്സിൽ. അപ്പോൾ അതിന് റെഫർ ചെയ്യാൻ ഒരു പുസ്തകം വേണം. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് രാജൻ
ആശാൻ്റെ സീതാകാവ്യം എന്ന് പറയുന്ന പുസ്തകം എനിക്ക് കൊണ്ട് തന്നു, അതിന് വേണ്ടി റെഫർ ചെയ്യാൻ മാത്രം. അത് വായിച്ചപ്പോൾ എനിക്കൊരു മതിപ്പും ബഹുമാനവും ഒക്കെ തോന്നി. അപ്പോഴാണ് ഞാൻ ആ പുസ്തകം വായിക്കുന്നത് തന്നെ, അതിനു മുമ്പേ ഞാൻ വായിച്ചില്ല. അങ്ങനെ എന്നാലും നമുക്കറിയാമല്ലോ ഇന്നാരാണ് എന്നുള്ളത്. അപ്പം നമ്മുടെ മനസ്സിലുണ്ട് ആ മതിപ്പും ബഹുമാനവും ആരാധനയും ഒക്കെ ഉണ്ട്. അതാണ് എന്നെ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത്. ആ കത്തിനുള്ള മറുപടി എന്തായിരുന്നു? ആ കത്തിനുള്ള മറുപടി, ആ കത്തിന് എന്നിട്ടും ഇത് 15-ാം തീയതി 13-ാം തീയതിയാണ് ഇദ്ദേഹം എഴുതിയ കത്ത് എനിക്ക് കിട്ടുന്നത്, മാർച്ച് 13-ന്. ഞാനതിന് മറുപടി അയക്കുന്നത് മാർച്ച് 15-നാണ്. 15-ന് മറുപടി അയച്ചിട്ട് ആ കത്തിൽ അദ്ദേഹം ആരാഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റഡി ലീവിന് എവിടെയായിരിക്കും എന്നൊക്കെ. അപ്പം ഞാൻ എഴുതി സ്റ്റഡി ലീവിന് ഞാൻ വീട്ടിലെ അഞ്ചലേക്ക് പോകും. അപ്പം ഞാൻ 15-ാം തീയതി കത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ നേരെ അഞ്ചലിലേക്ക് വന്നു. ഇവിടുത്തെ അഡ്രസ്സൊന്നും കൊടുത്തതുമില്ല. കാരണം അങ്ങനെ കത്ത് എഴുതണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് പഠിക്കണം, പിന്നെ എന്തെങ്കിലും എഴുതിയാൽ എൻ്റെ മനസ്സിൻ്റെ ഡിസ്റ്റർബൻസ് ആകും, കോൺസെൻട്രേഷൻ പോകും. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അഡ്രസ്സ് കൊടുത്തില്ല. എന്നിട്ട് ഇവിടെ ഒരു 3 ആഴ്ചയോളം കഴിഞ്ഞാണ് ഞാൻ തിരിച്ച് കോളേജിലെത്തുന്നത്. കോളേജിലെത്തി ഏപ്രിൽ 7, 10, 12 ഒക്കെയാണ് പരീക്ഷകൾ. ആ പരീക്ഷ കഴിഞ്ഞു. ഏപ്രിൽ 24-ാം തീയതിയാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കത്ത് കിട്ടുന്നത്. രണ്ടാമത്തെ കത്ത് കിട്ടിയപ്പോഴും കത്ത് ഇങ്ങനെ പരീക്ഷ എല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം ലെറ്റർ ബോക്സ് നോക്കുന്നു, ഞാനും കൂടെ പോയി ലെറ്റർ ബോക്സ് നോക്കി. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് കണ്ടപ്പോഴേ മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ കത്ത് പൊട്ടിച്ച് വായിച്ചപ്പോൾ വളഞ്ഞ വഴികൾ പരിചയം ഇല്ലാത്തത് കൊണ്ട് നേരെ ചോദിക്കട്ടെ വിലാസിനിക്ക് എന്നെ വിവാഹം കഴിക്കാമോ? അത് രണ്ടാമത്തെ കത്തിൽ വിവാഹ അഭ്യർത്ഥന രണ്ടാമത്തെ കത്തിലാണ്. ഒരു പരിചയവും ഒന്നുമില്ലാതെ, ഒരു പരിചയവുമില്ലാതെ. അപ്പോൾ എനിക്ക് അമ്പരപ്പാണ് ഉണ്ടായത്. ഇത്രയും വലിയ ഉന്നതനായ ഒരു വ്യക്തിക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്ന ഗാർഹിക പശ്ചാത്തലമൊന്നും എനിക്കില്ല. പിന്നെ വിദ്യാഭ്യാസപരമായിട്ടും എനിക്കൊന്ന് BA മാത്രമേ ഉള്ളൂ. BA-BEdനെ പരീക്ഷയ്ക്ക് എഴുതിയിട്ടേ ഉള്ളൂ. എനിക്കാണെങ്കിൽ പഠിക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് ഞാൻ പ്രൈവറ്റായിട്ട് ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എത്ര ശരിയാകുമെന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഒരു ആങ്സൈറ്റി ഉണ്ടായി. അപ്പോൾ ഞാൻ അതിന് മറുപടി എഴുതിയപ്പോൾ ഞാൻ ചോദിച്ചു, ഊരും പേരും അറിയാത്ത ഒരു പെണ്ണിനോട് വിവാഹ അഭ്യർത്ഥന നടത്തിയത് ശരിയാണോ? ഞാനിങ്ങനെ വലിയ ഒരുപാട് കുട്ടികളുള്ള ഒരു കുടുംബത്തിലെ ഏറ്റവും മൂത്ത സന്താനമാണ്. എൻ്റെ അച്ഛൻ വളരെ ശുദ്ധാത്മാവായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് വലിയ കച്ചവടമൊക്കെ നടത്തി വലിയ പ്രതാപവാനായിട്ട് കഴിഞ്ഞെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നേരിട്ട് കോളേജിൽ പോയി പഠിക്കാൻ സാധിക്കാതിരുന്നത്. എനിക്ക് ഇളയത് 5 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്. അവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജീവിതത്തിൽ എനിക്ക് ഉന്നതമായ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ല, എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ, തിരക്കിയിട്ടുണ്ടോ കത്തിൽ? അത് പിന്നീടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിന് വളരെ വാചാലമായിട്ട് അദ്ദേഹം മറുപടിയും തന്നിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹം എനിക്ക് അടിമയായി പോയി എന്നാണ്. ആ ശബ്ദമാണ്, സൗന്ദര്യവും ശബ്ദവും എല്ലാം, വാരറ്റ ഭാഷാശൈലി, വടിവത്ത കയ്യക്ഷരം, അതിരറ്റ സ്നേഹം, എതിരറ്റ സംസ്കാരം, അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം എഴുതി. എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടു പോയത്. അല്ല, അത് കേട്ടപ്പോൾ ഇതിലൊക്കെ ആത്മാർത്ഥതയുണ്ട് എന്നല്ല. കാരണം അവനവൻ്റെ മനസ്സിൻ്റെ കുഴൽക്കണ്ണാടിയിലൂടെയാണ് ഒരാൾ മറ്റൊരാളെ കാണുന്നത്. ഞാൻ പറയുന്ന ഒരു വാക്കിനെ ഉൾക്കൊള്ളാവുന്നിടത്തോളം ആത്മാർത്ഥതയോടെ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് മറ്റൊരാൾ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ആത്മാർത്ഥമായിട്ടായിരിക്കുമെന്ന്. അതാണ് എനിക്ക് പറ്റിയത്, അബദ്ധം പറ്റിയത് അതാണ്. അല്ല, ഈ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചു, വീട്ടുകാരെ ഇത് അറിയിച്ചിരുന്നോ? വീട്ടുകാരെ രണ്ടാമത്തെ കത്തിൽ ഈ വിവരം വിലാസിനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിന് മറുപടി പെട്ടെന്ന് എഴുതുക, അല്ല ഇഷ്ടമില്ലെങ്കിൽ മറുപടി ഉടനെ എഴുതുക. കാരണം ഇത് വിസ്മരിക്കാനുള്ള ബാധ്യത 2 പേരിൽ കൂടുതൽ ആളുകൾക്കുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇതിപ്പോൾ തൽക്കാലം ആരെയും അറിയിക്കേണ്ട. വിലാസിനിയുടെ വ്യക്തിപരമായ ഇഷ്ടത്തെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വന്തം ഭാവിയുടെ പ്രശ്നമാകയാൽ കൂടുതൽ ആലോചിച്ച്
ഒരു സുചിന്തിതമായ തീരുമാനം എടുക്കുന്നതിനാവശ്യമായ സമയം എടുത്തിട്ട് എന്നെ അറിയിക്കുക എന്നെഴുതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു? അല്ല, അദ്ദേഹത്തിൻ്റെ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ എഴുതിയ കത്തിൽ ഇതിന് മറുപടി എഴുതിയത് ഞാൻ വിവാഹത്തിന് സമ്മതം മൂളിക്കൊണ്ടല്ല, എൻ്റെ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളും ഒക്കെ പ്രകടമാക്കിക്കൊണ്ടാണ്. അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. പ്രൈവറ്റായിട്ട് പഠിച്ച് ഉന്നതമായ ലക്ഷ്യത്തിലെത്തുക, കുടുംബത്തിൽ ബാക്കിയുള്ള കുട്ടികളെ കൂടെ രക്ഷപ്പെടുത്തുക, എനിക്ക് മാത്രമേ അന്നിവിടെ ജോലിയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ അതൊന്നുമല്ല അദ്ദേഹത്തിന്. അതിന് അപ്പം ഊരും പേരും അറിയാത്ത ഒരു പെണ്ണിനോട് വിവാഹ അഭ്യർത്ഥന നടത്തിയത് ശരിയോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിന് മറുപടി വന്നത് കള്ള ദുഷ്യന്തനെ പോലെ. ദുഷ്യന്തം പറഞ്ഞില്ലേ ശകുന്തളയുടെ അടുത്ത്, സത്തുകൾക്ക് വിചികിത്സിതങ്ങളിൽ ചിത്തവൃത്തി അത് താൻ പ്രമാണമാം. എൻ്റെ മനസ്സാണ് എൻ്റെ പ്രമാണം, എൻ്റെ മനസ്സ് പറയുന്നു നീയാണ് എൻ്റെ വധു എന്ന്. അതുകൊണ്ട് എനിക്ക് പിന്നെ ആരോടും ചോദിക്കേണ്ടതോ അന്വേഷിക്കേണ്ടതോ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് വേണം? ഞാൻ എന്ത് ചെയ്യണം? എത്ര കത്തുകൾ എഴുതിയിട്ടുണ്ട്? ഒരു 54-56 കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു കത്തെന്നുള്ളതായിരുന്നു പ്രമാണം. കത്തെഴുതാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഈ അഭിസംബോധന മാറി അഭിസംബോധന ആദ്യം സോദരി, രണ്ടാമത് സോദരി. എൻ്റെ സമ്മതം കിട്ടിയ ഉടനെ അത് മാറി. അപ്പം ഞാൻ ആദ്യം സംബോധന ചെയ്ത സർ എന്നാണ്, രണ്ടാമതും സർ എന്നാണ്, മൂന്നാമതും സർ എന്ന് എഴുതിയപ്പോൾ അതിനെ വായിക്കാൻ വയ്യാന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും സംബോധന ചെയ്യാനില്ലായിരുന്നു. ഞാൻ സംബോധന ഇല്ലാതാണ് എഴുതിയിരുന്നത്. എനിക്കൊന്നും ഭാര്യ എന്ന് പോലും അല്ലേ അഭിസംബോധന ചെയ്തിരുന്നു അല്ലേ ഇടയ്ക്ക് കത്തിൽ? അല്ല, അങ്ങനെയൊക്കെയാണ് സംബോധന ചെയ്തിരുന്നത്. ഈ വിവാഹത്തെ ഇങ്ങനെയൊരു അഴീക്കോടുമായിട്ടുള്ള ഈ പ്രണയത്തെക്കുറിച്ച് ആദ്യമായി മറ്റൊരാളുടെ അടുത്ത് എപ്പോഴാണ് പറയുന്നത്? ഇത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് കൂട്ടുകാരെന്ന് പറഞ്ഞത് സാനുമാഷും പിന്നെ ഡോക്ടർ ആർ പ്രസന്റിനും പോഞ്ഞിക്കര റാഫിക്കും ഇദ്ദേഹം, ഇവർ 4 പേരും കൂടാണ് വരുന്നത്. ഇദ്ദേഹം പെണ്ണ് കാണാനല്ല വരുന്നത്, ഉറപ്പിക്കാനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അച്ഛനെയൊക്കെ കണ്ട് അമ്മാവന്മാരും ചുറ്റപ്പനും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇവിടെയും കുറേ ആളുകളെയൊക്കെ വിളിച്ചിരുന്നു. അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞ് എൻ്റെ പരീക്ഷ ഏപ്രിലായിരുന്നു. MA-ക്കപ്പോൾ ഞാൻ പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്തു പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി. രജിസ്റ്റർ ചെയ്ത് 1968 ഒരു കൊല്ലത്തെ പ്രിപ്പറേഷൻ മതി എന്ന് വെച്ചു. കാരണം ഇദ്ദേഹത്തിനെയും വിവാഹത്തിന് വേണ്ടി തിടുക്കം കൂട്ടുന്നു. അപ്പോൾ എനിക്ക് 2 കൊല്ലം പഠിക്കാനുള്ള സാവകാശമില്ല. പിന്നെ ഞാൻ വളരെ ശ്രദ്ധ വെച്ച് പഠിച്ചാൽ എനിക്കത് സാധിക്കുകയും ചെയ്യും. അതിനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് 1 കൊല്ലം കൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതാനാണ്. BA കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിയണമെന്നല്ലേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് B.Ed എടുത്തത്. അപ്പം B.Ed കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിയണമെന്നില്ല. BA കഴിഞ്ഞിട്ട് 2 കൊല്ലം തികയുമായിരുന്നു. അതുകൊണ്ട് 68 ഏപ്രിലിൽ MA പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പണം അടച്ചു. പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ആദ്യമുള്ള നേരത്തിന് വർക്കല ശിവഗിരിയിൽ വെച്ച് വിവാഹം കഴിക്കാം എന്ന് തീരുമാനിച്ചു. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് പോകുന്നത്. പോയിട്ട് ആദ്യം വരുന്ന കത്തിൽ തന്നെ എത്ര ദിവസം കഴിഞ്ഞ് എൻ്റെ അടുത്ത് എൻ്റെ മുറിയിൽ കയറി വന്നു. ഇവിടെയുള്ള ഒരു മുറിയിലാണ്. എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇന്ന് തന്നെ കത്തെഴുതണേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് കത്തെഴുതാൻ പോയില്ല. കാരണം അവരിവിടെ വന്ന് കണ്ട് അവർക്കാണ് ഇഷ്ടമാകേണ്ടതും സമ്മതമാകേണ്ടതും ഒക്കെ. അപ്പോൾ അതിൻ്റെ സമ്മതം അറിഞ്ഞിട്ട് വേണം എനിക്ക് കത്തെഴുതാൻ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ കത്തെഴുതിയില്ല. 2-3-4 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പോയിട്ട് കത്ത് വരാൻ. അപ്പോൾ ആ കത്തിൽ എഴുതിയിരുന്ന് ഇന്നേ മൂത്തകുന്നത്തെത്താൻ കഴിഞ്ഞുള്ളൂ എന്ന്. ഇവിടുന്ന് പോയിട്ട് 3-4 ദിവസം കഴിഞ്ഞ് ഇന്നേ മൂത്തകുന്നത്തെത്താൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് കത്തിന് വൈകിപ്പോയത്. അവിടെ വെച്ച് ആ ചെറുപ്പക്കാരനായ ആള് പറഞ്ഞല്ലോ, വിലാസിനിക്ക് കുടുംബത്തിൻ്റെ ബാധ്യതകൾ നിറവേറ്റാനുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ വിവാഹത്തിന് ശേഷം ജോലിക്ക് പോകണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് സാധ്യമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂചിപ്പിച്ചിരുന്നു. സൂചിപ്പിച്ചതല്ല, വ്യക്തമായിട്ട് എൻ്റെ അടുത്തുനിന്ന് സമ്മതം വാങ്ങിയിരുന്നു ജോലിക്ക് പോകില്ല എന്ന്.
അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് വിലാസിനിയുടെ സമ്മതം മാത്രം പോരാ, അത് കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അച്ഛൻ്റെ അനുവാദം വേണം. വിവാഹത്തിന് ശേഷം ജോലിക്ക് പോകില്ല എന്നുള്ളതിന് ഉറപ്പ് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് വേണം. ഞാൻ കത്തുടനെ അമ്മയെ കാണിച്ചു, അമ്മയെടുത്ത് അച്ഛനെ കാണിച്ചു. അച്ഛനും ഉടൻ മറുപടി എഴുതി, വിവാഹത്തിന് ശേഷം വിലാസിനി ജോലിക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, ഞങ്ങൾക്കതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല, അതെന്താ കാരണം പറഞ്ഞിരിക്കുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിന് ഞാൻ ജോലിയുമായിട്ട് എവിടെയെങ്കിലും കഴിയുന്നത് എൻ്റെ സ്ഥിതിക്ക് എത്ര ചേരും എന്നാണ് എന്നോട് ചോദിച്ചത്. വിവാഹത്തിന് ശേഷം ഞാൻ ജോലിയുമായിട്ട് മറ്റെവിടെയെങ്കിലും കഴിയുന്നത്, അപ്പം ഭാഗികമായിട്ട് എന്നെ വേണ്ടെന്ന് വെക്കുന്നതിന് തുല്യമല്ലേ? അങ്ങനെ ഭാഗികമായിട്ട് വേണ്ടെന്ന് വെക്കുന്നതിനേക്കാൾ നല്ലതല്ലേ പൂർണ്ണമായി വേണ്ടെന്ന് വയ്ക്കുന്നത്? അതുകൊണ്ട് വിലാസിനിയുടെ സമ്മതം അറിഞ്ഞിട്ടേ ഇനി ഞാൻ കത്തെഴുതുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കത്തെഴുതിയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെയുള്ള എന്താണ് ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഈ വഴി പിരിയുന്നതിനെ കുറിച്ച് എപ്പോഴാണ് പറയുന്നത്? വഴി പിരിയുന്നതിനെ കുറിച്ച് വന്നു പോയി ഉടനെയാണ്. അപ്പം വന്നു പോയി ഉടനെ വന്ന് കണ്ടപ്പോഴേ അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല എന്ന് തോന്നിയിട്ടുണ്ടാകും. വീട്ടിന്റെ പശ്ചാത്തലവും ഇവിടുത്തെ കാര്യങ്ങളും നേരത്തെ കത്തിൽ അറിയിച്ചതായിരുന്നു. ഞാൻ അറിയിച്ചതായിരുന്നു. അന്നേരം അദ്ദേഹം എഴുതിയിരുന്നത് എന്താ, നീ ഒരു ബംഗ്ലാവിൽ ജീവിക്കുന്നവളാണെങ്കിൽ പോലും നിന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്നാണ്. സാധാരണ നമ്മൾ പറയാറുള്ളത് കുടിലിൽ ജീവിച്ചാൽ പോലും നമ്മൾ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. ഇത് അദ്ദേഹം തിരിച്ചാണ് പറഞ്ഞത്, നീ ഒരു ബംഗ്ലാവിൽ ജീവിക്കുന്നവളാണെങ്കിൽ പോലും. അതാണ് ഡിസ്ക്വാളിഫിക്കേഷൻ, ബംഗ്ലാവിൽ ജീവിക്കുന്നത്. അല്ലാതെ സാധാരണ വീട്ടിൽ ജീവിക്കുന്നതല്ല അദ്ദേഹത്തിന് ഡിസ്ക്വാളിഫിക്കേഷൻ. എന്നാൽ പോലും വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന്. അല്ല, പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് കണ്ട് പോയി ഉടൻ ആദ്യത്തെ കത്തിൽ തന്നെ ഇതാണ്, കാലുമാറാനുള്ള സൂചനയാണ്. വിലാസിനിയുടെ സമ്മതമല്ല, ജോലിക്ക് പോകില്ല എന്നുള്ളതിന് വിലാസിനിയുടെ ഉറപ്പല്ല എനിക്ക് വേണ്ടത്. ഇത് കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അത് അച്ഛൻ്റെ ഉറപ്പാണ് വേണ്ടത്. അച്ഛൻ ഉടൻ ഇത് കണ്ട ഉടൻ അച്ഛൻ കത്തയച്ചു. വിവാഹത്തിന് ശേഷം അവൾ പിന്നെ ജോലിക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, ഞങ്ങൾക്കതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നിങ്ങൾക്ക് സമ്മതമായതും അതിന് എന്ത് തീരുമാനം എടുക്കുന്നതിന് ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു. അതിന് മറുപടി എന്തായിരുന്നു? അതിന് മറുപടി അച്ഛൻ അയച്ചില്ല. ഇല്ല. അതിൻ്റെ മറുപടി എനിക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹം കഴിഞ്ഞതിന് ശേഷം വിലാസിനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ കൂടെ വരില്ല, ഒറ്റയ്ക്ക് വിടുകയുമില്ല. നേരിട്ട് അനുഭവിക്കുമ്പോൾ ഇതൊക്കെ വളരെ ഭീകരമായിട്ട് തോന്നും. അപ്പോഴേ തോന്നിയോ മനസ്സിൽ? അപ്പോഴേ എനിക്ക് തോന്നി ഇത് പോകാൻ പോവുകയാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അമ്മയെ അറിയിച്ചോ? ഇതെല്ലാം അറിയിച്ച അമ്മയ്ക്ക് അന്നേരം തോന്നി ഇതിപ്പോൾ പോകുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അമ്മ തുടക്കത്തിലെ വിലക്കിയിരുന്നു. അമ്മ തുടക്കത്തിലെ വിലക്കി. അമ്മ പറഞ്ഞു ഇതിന് കൂട്ടു നിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞു. കാരണം ഇതൊരു സാഹിത്യകാരനാണ്, അയാളൊരു പുതിയ ജീവിതാനുഭവത്തിന് വേണ്ടി അല്ലെങ്കിൽ അയാളുടെ താൽക്കാലികമായ ഒരു ആനന്ദത്തിന് വേണ്ടിയായിരിക്കും ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്. പക്ഷെ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് അങ്ങനൊന്നുമല്ല. അമ്മയ്ക്കൊരു ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവിക്കാൻ കൂടി പ്രയാസമാകും. അതുകൊണ്ട് ഇതിന് കൂട്ടു നിൽക്കാൻ ഞാനില്ല. നിനക്ക് എല്ലാം വരുന്നതൊക്കെ അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ ആയിക്കോ എന്ന് പറഞ്ഞ് അമ്മ അങ്ങ് ഒഴിഞ്ഞു. എൻ്റെ മേൽ ഇത്രയും ചെളി വാരി എറിയാം, അതിന് എനിക്ക് സ്വയം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? ഞാനൊരു സ്ത്രീയല്ലേ, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അഭിമാനമല്ലേ, എൻ്റെ ചാരിത്രമല്ലേ? അതിൽ സ്പർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്കതിന് മറുപടി പറയണം. എനിക്ക് ഒരു ഡിസ്ക്വാളിഫിക്കേഷനും ഇല്ല. വിവാഹത്തിന് പൂർണ്ണമായി യോഗ്യയായ ഒരു യുവതിയായിരുന്നു ഞാൻ. ടീച്ചർ ഇപ്പോഴും കരുതുന്നുണ്ടോ ഇദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവുന്നു? കരുതുന്നു. സ്റ്റിൽ വെയിറ്റിംഗ്? യെസ്, ഐ ആം വെയിറ്റിംഗ്.
വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രണയം മരിക്കാത്ത മധുരതരമായ അനുഭൂതിയാണെന്ന് കവികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രേമിക്കാത്തവൻ ഗർദഭം എന്നാണ് കവി ഒമർ ഖയ്യാം പാടിയിരിക്കുന്നത്. എന്നാൽ പ്രണയം സമ്മാനിച്ച വേദനയുടെ നെരിപ്പോടിൽ സ്വയം ജീവിതം ഹോമിച്ചവരുമുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തിയെയാണ് വർത്തമാനം ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഭഗ്ന പ്രണയകഥയിലെ നായിക വിലാസിനി ടീച്ചർ. നായകൻ മറ്റാരുമല്ല, സാക്ഷാൽ സുകുമാർ അഴീക്കോട്. വർത്തമാനത്തിലേക്ക് വിലാസിനി ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഈ സുകുമാർ അഴീക്കോട് പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, അതായത് വീട്ടിൽ വന്ന് ടീച്ചറെ കണ്ടതിന് ശേഷം മടങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു 3-4 പേജ് വരുന്ന കത്ത് കിട്ടി. അത് പിന്നീട് എത്രയോ കാലം കഴിഞ്ഞാണ് അതിനെപ്പറ്റിയൊക്കെ ഞാൻ അറിയുന്നത്. ഈ നാട്ടിൽ നിന്ന് ആരോ ഒരു ഊമക്കത്ത് അദ്ദേഹത്തിന് അയച്ചു. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ രണ്ടാമത്തെ കത്തിൽ ഇതുപോലെയാണ്, ഞാൻ കൂടെ വരത്തില്ല, തനിയെ പോകാൻ അനുവദിക്കുകയില്ല, നേരിട്ട് അനുഭവിക്കുമ്പോൾ ഇതൊക്കെ വലിയ പ്രയാസമായി തോന്നുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് പോക്ക് തന്നെയെന്ന്. അപ്പം ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്നാൽ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പിന്മാറിയേക്കാമെന്ന്. പക്ഷെ അതത്ര എനിക്ക് താങ്ങാനാകാത്തതാണെന്ന് അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ തുടക്കത്തിലാണ് ഞാനത് പറഞ്ഞത്. അവസാനമായപ്പോൾ ഞാനത് പറഞ്ഞു, എന്താണ് തന്നെയും മേൽ വഴിയുന്ന സ്നേഹം എന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് എൻ്റെ സുഖമോ പിന്നെ ആത്മോന്നതിയോ ഒന്നുമല്ല ഞാൻ നോക്കിയത്. അദ്ദേഹത്തിന് അത് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്തൊരു പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം അതിന് മുമ്പുള്ള ആളിനെയല്ലല്ലോ ഞാൻ കത്തിലൂടെ കാണുന്നത്. എന്താണ് ഒരു മാറ്റം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നോട് പറഞ്ഞാൽ മതി. അതിനോട്ടം മറുപടി വന്ന് ഈ വിവാഹം അമ്മയ്ക്ക് ഇഷ്ടമില്ല. അപ്പം അത്രയും കാലം അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിൽ. അതിന് മുമ്പ് എഴുതിയ വാക്കുകളും ആരെതിർത്താലും ഞാൻ. എന്നിട്ട് അവസാനത്തെ കത്തിൽ എനിക്ക് എഴുതുന്ന എന്തുവാ, എനിക്ക് മറിച്ച് വിവാഹവും വേണ്ട. ഇത് ആൾ ഓഫ് എ സഡൻ എടുത്തിയ ഒരു തീരുമാനമാണോ? എനിക്ക് മറിച്ച് വിവാഹവും വേണ്ട. അദ്ദേഹത്തിന് മറിച്ച് വിവാഹം വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് മറിച്ച് വിവാഹം വേണോ? എനിക്കും വേണ്ട. എൻ്റെ അമ്മ പറഞ്ഞ്, അന്നിവിടെ ഒരുപാട് കല്യാണാലോചനകൾ വരുന്ന സമയമായിരുന്നു. അവർ പറഞ്ഞ നേരത്തിന് നിന്നെ വേണമെങ്കിൽ വർക്കല ശിവഗിരിയിൽ വെച്ച് കല്യാണം കഴിച്ച് വിടാമെന്ന്, നീ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു, ഞാനാണെങ്കിൽ കല്യാണം കഴിച്ച് അവൻ്റെ മുമ്പിൽ കൂടെ നടന്നേനെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ അത്ര വീറും വാശിയുമുള്ള വളരെ ഇരുത്തം വന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ്. ഞാൻ വളരെ ആദർശവതി. എൻ്റെ ആദർശം എന്തെന്ന് വെച്ചാൽ, ഈവൻ ഫോർ ദ സേക്ക് ഓഫ് ലൈഫ് ഐ വിൽ നോട്ട് ഗിവ് അവേ മൈ പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. ജീവിതത്തിന് വേണ്ടിയാണെങ്കിൽ പോലും എൻ്റെ ആദർശങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിക്കത്തില്ല. പോരെങ്കിൽ ഈ ഒരു പാരയും അവിടെ ഇരിക്കുന്നത്, എനിക്ക് മറിച്ച് വിവാഹവും വേണ്ട. പിന്നെ ഞാൻ മറിച്ച് വിവാഹം ചെയ്യണോ? ചെയ്യത്തില്ല. ഞാനും നോക്കിയിരുന്നു. ഞാൻ വിചാരിച്ച എന്ത് തെറ്റുണ്ടെങ്കിലും കാലം ആ തെറ്റിനെ വെളിയിൽ വരുത്തും. ഞാൻ കൊള്ളാത്തവളാണെങ്കിൽ കൊള്ളത്തില്ല എന്ന് ലോകം വിധി എഴുതും. ഞാൻ നല്ലവളാണെങ്കിൽ നല്ലവളാണെന്ന് വിധി എഴുതും. അപ്പോൾ അങ്ങനെ ഒരു കാലം വരുന്നെങ്കിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ സ്വീകാര്യമായി ഞാൻ ഇരിക്കണം. തിരിച്ചു വന്നേക്കും, എൻ്റെ മനസ്സ് പറഞ്ഞു, തിരിച്ചു വരും. അങ്ങനെ വരുന്നെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാനപ്പോൾ ഇരിക്കണ്ടേ? അത്രയും മനസ്സ് കൊടുത്തിരുന്നു. അത്രയും മനസ്സ് കൊടുത്തിരുന്നു. അത്രയും മനസ്സ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഉറക്കത്തിൽ പോലും എന്നെ വല്ലാതെ അത് തളർത്തി കളഞ്ഞു. എനിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായി. ഒരു ഭയങ്കര തലവേദന ഉണ്ടായി. എൻ്റെ നെർവസ് സിസ്റ്റത്തെ ഇത് ബാധിച്ചു. ഞാൻ 22 കൊല്ലം സഹിക്കാനാകാത്ത തലവേദനയും കൊണ്ട് ജീവിച്ചു. അവസാനം ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ, ഒരുപാട് ചികിത്സയും നടത്തി. ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് എൻ്റെ പിന്നെ പ്രത്യേകതകളൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ട് അവസാനം കമ്പ്യൂട്ടർ ഡയഗ്നോസിസ് നടത്തി. അപ്പോൾ അത് വന്നത് ഇങ്ങനെയാണ്, ഡിസപ്പോയിൻറ്റഡ് ലവ്. എന്നിട്ട് ഡോക്ടർ ചോദിച്ചു, ടീച്ചറിന് ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടായിരുന്നു? പറഞ്ഞുണ്ടായിരുന്നു എന്ന് പറഞ്ഞു.
അവസാനം കത്ത് പോലും എഴുതരുതെന്ന് വിലക്കിയല്ലേ? അയ്യോ, കത്തെഴുതിയാൽ നമുക്ക് മറുപടിയില്ല. ഈ കത്തെഴുതുന്നത് ഈ എൻ്റെ അമ്മ അയച്ച കത്ത് തിരിച്ചിങ്ങ് അയച്ചു. അമ്മ 8 പേജിൽ എഴുതി. അവസാനത്തെ ഒരു പേജിൽ ഇത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് എഴുതിയാണ് എനിക്ക് ആ കത്ത് തിരിച്ചയക്കുന്നത്. ഇതെഴുതുന്നത് ഈ കത്ത് തിരിച്ചയക്കാൻ വേണ്ടിയാണ്. പിന്നീട് അതിന് പുറമെ അപവാദ പ്രചാരണത്തിനും അദ്ദേഹം തുനിഞ്ഞു. എന്തൊരു വിധി വൈപരീത്യം എൻ്റെത്. ഞാൻ ഒരുത്തനെയും നേരത്തെ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാനൊന്നും പ്രാർത്ഥിച്ചറിവിൽ ഒരുവന് ധ്യാനിച്ചു ഓർമ്മയിൽ ഇത്ര നാളും അത് ഞാൻ അദ്ദേഹത്തിന് എഴുതിയതാണ്. മറ്റാരെങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിനെ സ്വീകരിക്കാൻ തയ്യാറാവൂ? എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് കുറെ കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ന്യൂനതകളും അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയോ ഉണ്ടായിരിക്കും, എനിക്കറിഞ്ഞുകൂടാന്നു. അദ്ദേഹത്തിന് കോംപ്ലക്സുകളൊക്കെ കാണും. ഇത് ബോധപൂർവമാണ്. ഇത് കല്യാണത്തിൽ കലാശിക്കാനുള്ള ഒരു ബന്ധം ആയിരുന്നില്ല അദ്ദേഹത്തിന്. അന്ന് മൂത്തുകുന്നത്ത് 10 ദിവസം അമ്പലത്തിലെ ഉത്സവം പ്രമാണിച്ച് അവധിയായിരുന്നു. ആ അവധി സമയത്താണ് ഇവിടെ അച്ഛന് ടെലഗ്രാം വരുന്നത്, അറൈവിങ് വിത്ത് ഫ്രണ്ട്സ് എന്ന്. ടെലഗ്രാം ഇവിടെ കിട്ടണമെങ്കിൽ, ഈ ഓണം കയറാൻ മൂലയെ കിട്ടണമെങ്കിൽ തന്നെ പിറ്റേ ദിവസം അവർ വരുന്നതിന് 2 മണിക്കൂർ മുമ്പ് ടെലഗ്രാം കിട്ടുന്നത്. അത് 1968 ജനുവരി 18-ാം തീയതി. അപ്പോൾ ആളുകൾ വന്നപ്പോഴേ നമ്മൾ വരുന്നതിന് 2 മണിക്കൂർ മുമ്പാണ് അറിയുന്നത്. ഇവിടെ വേണ്ട വിധത്തിൽ സൽക്കരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് വരുത്താനൊന്നും സാധിച്ചില്ല. അതും ഒരു ഡ്രാബാക്കാണ് നമുക്ക്. ഈ സാനുമാഷെ ബന്ധപ്പെടുത്തി സാനുമാഷ് അത് കേട്ടോണേ. ഞാൻ സാർ ഇവിടെ വരുന്നത് അല്ല, ഇവർ വരുന്നത് 1968 ജനുവരി 18-നാണ്. അപ്പോൾ 4 പേര്, ഇദ്ദേഹം, പോഞ്ഞിക്കര റാഫി, അല്ല അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, 4 പേര് വന്നിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ചായ കൊണ്ട് കൊടുക്കണമെന്ന് അമ്മാവൻ എൻ്റെ അടുത്ത് നിർദ്ദേശിച്ചു. ഞാൻ അന്നേരം വിസമ്മതിച്ചു. ഇവരുടെ മുമ്പിലേക്ക് ചായയും കൊണ്ട്, ഞാൻ അതിനു മുമ്പ് ആരുടെ മുമ്പിൽ പോയിട്ടില്ല, അതുകൊണ്ട് ചായയും കൊണ്ട് പോകാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മാവൻ പറഞ്ഞു അത് പറ്റത്തില്ല, ഇതെന്തായാലും ഉറപ്പിച്ച ഒരു കാര്യമല്ലേ, ചായ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല. ഞാൻ ചായയുമായിട്ട് ഈ 4 പേരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നു. ഞാൻ ചായയുമായിട്ട് കിഴക്കേ റൂമിലാണ്, എൻ്റെ റൂമിലാണ്. അപ്പോൾ ഞാൻ ചായയുമായിട്ട് ചെല്ലുന്നു. അപ്പോൾ അതിൽ ഒരാൾ എന്നോട് ചോദിക്കുന്നു, ഞങ്ങളെയൊക്കെ അറിയുമോ? ഞാൻ പറഞ്ഞില്ല. ഞാൻ പിന്നെ MK സാനു, മഹാരാജാസിലെ മലയാളം ലെക്ചറർ. ഇത് ഡോക്ടർ R പ്രസന്നൻ, അത് പോഞ്ഞിക്കര റാഫി. അദ്ദേഹത്തെ പരിചയപ്പെടുത്തണ്ടല്ലോ എന്നൊരു കമൻറ്റും. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് പിന്നിലോട്ട് അങ്ങ് ഒളിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ MK സാനുമാഷിനെ ആദ്യമായിട്ട് കാണുന്നത്. ഇദ്ദേഹം ഇവിടെ കൊണ്ടുവരുമ്പോഴാണ്. അല്ല, ഇവരൊക്കെ ചേർന്ന് ഇദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുവരികയായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. നിർബന്ധിച്ചു കൊണ്ടുവരണോ? ഈ അത് സ്വയം സംസാരിക്കുന്ന കത്തുകൾ ഇന്ന് പുറത്തുണ്ട്. ശരിയാ. അതുവരെ അദ്ദേഹം, ഈ കത്തുകൾ വെളിയിലാകുന്നതിന് മുമ്പ് വരെ അദ്ദേഹം പറയുമായിരുന്നു നിർബന്ധിച്ചു. അപ്പോൾ കത്തുകൾ പുറത്തായപ്പോഴിപ്പോൾ അവൾ ഏറ്റവും ചീത്തയാണ്, എൻ്റെ കത്തുകൾ അവൾ പുറത്തു കൊടുത്തില്ലേ എന്നാണ്. എൻ്റെ മേൽ ഇത്രയും ചെളി വാരി എറിയാം, അതിന് എനിക്ക് സ്വയം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? ഞാനൊരു സ്ത്രീയല്ലേ, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അഭിമാനമല്ലേ, എൻ്റെ ചാരിത്രമല്ലേ. അതിൽ സ്പർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്കതിന് മറുപടി പറയണം. അപ്പോൾ കത്തുകൾ വെളിയിൽ വന്നെങ്കിലേ വെക്കൂ. പക്ഷേ ആ കത്തുകൾ വെളിയിൽ വന്നത് ഞാൻ അറിയാതെയാണ്. അത് മറ്റൊരു അദ്ദേഹത്തിൻ്റെ കർമ്മഫലം, അദ്ദേഹം ചെയ്ത ദുഷ്ടതയുടെ ഫലമാണ് ആ കത്തുകൾ അങ്ങനെ വെളിയിൽ വരേണ്ടി വന്നത്. അങ്ങനെയാണ് കത്തുകൾ പുറത്തായത്. കത്തുകൾ ഇന്നും സൂക്ഷിക്കുന്നുണ്ടോ ടീച്ചർ? ഉണ്ട്. അപ്പോൾ കത്തുകൾ ഞാൻ പറയാൻ വന്നത് എന്താണ്, സാനുമാഷ്. എന്നിട്ട് പോയിട്ട് പിന്നെ ഞാൻ, ഇദ്ദേഹം പിന്മാറിയിട്ട് എനിക്ക് ആ വർഷം പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ മുഴുവൻ സമനിലയും തെറ്റി. ഇവിടെ ഏറ്റവും അടുത്ത അമ്മയുടെ അനിയത്തിയൊക്കെ പറഞ്ഞ് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അത്രമാത്രം സമനില തെറ്റിയ ഒരു വിധത്തിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വർഷം പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. എന്നാലും പിറ്റേ വർഷമായപ്പോൾ ഞാൻ വിചാരിച്ചില്ല പരീക്ഷ എഴുതും. ഞാൻ വീണ്ടും പണം അടച്ചിട്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സെൻറ്റർ വെച്ചു. അവിടെ പോയി സദനത്തിൽ പോയി താമസിച്ച്
8 പേപ്പറും അവിടെ പോയി എഴുതിയിട്ട് എൻ്റെ പ്രൊഫസർ ശാരദയുണ്ട്, അവർക്കൊന്നും അതുവരെ ഞാൻ കത്ത് മുഖേന ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടില്ല. ഇവിടെ അറിയാവുന്നത് ഇവിടെ അമ്മയ്ക്കറിയാം, പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, അന്ന് ഇവർ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾക്കറിയാം, അവർക്ക് മാത്രമേ അറിയാവൂ, അല്ലാതെ ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പരീക്ഷ ഇത്രയും കഴിഞ്ഞിട്ട് ഞാൻ തൈക്കാട് പോയി പ്രൊഫസർ ശാരദയെ കണ്ട് എൻ്റെ ദുഃഖം പറയാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അയാൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും വൈകല്യം കാണും, അതാ വിലാസിനി, അതുകൊണ്ട് വിലാസിനി തത്വമുള്ള ആരെയെങ്കിലും അല്ല, അതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലും അത്രമാത്രം എൻ്റെ മനസ്സങ്ങനെ ആയിരുന്നു. ഇദ്ദേഹത്തിന് ശാരീരികമായി വൈകല്യം ഉണ്ടെങ്കിൽ പോലും എനിക്ക് പ്രശ്നമല്ല. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ ഇദ്ദേഹം ആ സ്റ്റേജിലിരിക്കുന്ന കാണുമ്പോഴേ എൻ്റെ മനസ്സിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനും ശാരദാമണി ദേവിക്കും ഭാര്യാഭർത്താക്കന്മാരായിരുന്നില്ലേ, എങ്ങനെ അലൗകികമായ ഒരു ബന്ധമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധം വെച്ച് പുലർത്താൻ എനിക്ക് സാധിക്കും, അതുപോലൊരു ബന്ധമായാൽ മതിയല്ല എന്ന് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു. അല്ല, ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടിട്ടും ടീച്ചർക്ക് പ്രതികാരം ചെയ്യണമെന്ന് തോന്നത്തില്ല, ഇന്നും തോന്നുന്നില്ല. അതിൻ്റെ ഇന്നും പലപ്പോഴും ഈ എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സത്യം പറയുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ പരാമർശം പലപ്പോഴും പഴയ പ്രണയവും. കഴിഞ്ഞ വർത്തമാനത്തിൽ ഞാൻ സുകുമാർ അഴീക്കോടുമായിട്ട് അഭിമുഖം നടത്തി. അദ്ദേഹം പറഞ്ഞത്, കല്യാണം കഴിക്കാം, വിവാഹം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ത്രീയെയാണ് ഞാൻ പ്രണയിച്ചതെന്നായിരുന്നു. അയ്യോ, അതിൻ്റെ വിശദാംശങ്ങളിലോട്ട് അദ്ദേഹം പോയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാൻ വിവാഹം കഴിക്കാൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ സമ്മതിക്കില്ലായിരുന്നു. എനിക്ക് ഒരു ഡിസ്ക്വാളിഫിക്കേഷനും ഇല്ല. വിവാഹത്തിന് പൂർണ്ണമായി യോഗ്യയായ ഒരു യുവതിയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചത്. പിന്നെ സാനുമാഷ് ഇവിടെ നിന്ന് പോയതിന് ശേഷം സാനുമാഷിനെ പിന്നെ ഞാൻ ബന്ധപ്പെടുന്നത്, പിന്നെ ഞാൻ MA പരീക്ഷ എഴുതി, ടീച്ചറിനോട് ഇത് പറഞ്ഞു. അപ്പോൾ ടീച്ചറാണെങ്കിൽ എന്നെ ഇങ്ങനെ അഡ്വൈസ് ചെയ്തു, വിലാസിനി തത്വമുള്ള ആരെയെങ്കിലും വിവാഹം കഴിച്ച് അങ്ങനെ നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന്. അങ്ങനെ ടീച്ചറിൻ്റെ അടുത്തുനിന്ന് ഞാൻ പോരുന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഞാൻ ടീച്ചറിനെ എഴുതി അറിയിച്ചു. പിന്നെ എനിക്ക് ആദ്യത്തെ PSCക്ക് അപേക്ഷിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഓവറേജ് ആയിപ്പോയി. എൻ്റെ ഏജാണെങ്കിൽ 6 മാസം കൂട്ടിയാണ് സർട്ടിഫിക്കറ്റിൽ. അതിൽ ഞാൻ അപേക്ഷിച്ചിരുന്നെങ്കിൽ ശാരദ ടീച്ചറായിരുന്നു അതിൻ്റെ എക്സ്പേർട്ട് മെമ്പർ. നോക്കൂ, ഒരു ദൗർഭാഗ്യത്തിൻ്റെ ഒരു ഘോഷയാത്ര, ദൗർഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ജീവിതം, അതിലൊന്നാണിത്. അപ്പം PSCക്ക് എനിക്ക് അന്നേരം അപേക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത PSC ആയപ്പോഴത്തേക്ക് ടീച്ചർ അതിൽ നിന്നും മാറി. ടീച്ചർ അതിൽ നിന്നും PSC മെമ്പർ, അതിൻ്റെ എക്സ്പേർട്ട് മെമ്പറല്ല. പക്ഷേ ടീച്ചർ എനിക്ക് വേണ്ടി ആരുടെ അടുത്തോ റെക്കമെൻഡ് ചെയ്തിട്ട് ടീച്ചർ എനിക്ക് എഴുതി, ഞാൻ ഇന്നാരോട് പറഞ്ഞിട്ടുണ്ട് വിലാസിനിക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ, അതുകൊണ്ട് വിലാസിനി സ്വന്തം നിലയിൽ ഒരു കത്ത് സാനുവിന് അയക്കുക. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അമ്മയെ കാണിച്ചു കത്ത്, ശാരദ ടീച്ചറിൻ്റെ കത്ത്. അപ്പോഴൊക്കെ കത്ത് വന്നാൽ എനിക്ക് തരില്ല ഇവിടെ നേരിട്ട്, കാരണം ഇവിടെ അങ്ങനെ ഒരു പ്രിക്കോഷൻ അമ്മ പിന്നെ എടുക്കാൻ തുടങ്ങി. നേരിട്ട് എനിക്ക് തരത്തില്ല. അപ്പോൾ അമ്മ അത് പൊട്ടിച്ച് വാങ്ങിച്ചിട്ട് അമ്മ അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എഴുതല്ലേ, കള്ളന്മാരാണ്, ഇവിടെ വന്ന് വിവാഹം ഉറപ്പിച്ച് പോയിട്ട് എന്തുകൊണ്ട് പിന്മാറിയെന്ന് പോലും പറയാൻ തയ്യാറാകാതിരുന്ന നീചന്മാർ, അവർക്ക് കത്തെഴുതരുത്. ഇതാണ്. പിന്നെ എന്തായാലും ശാരദ ടീച്ചർ റെക്കമെൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ശരി, എനിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ ഞാൻ മോശമായി പോകില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. എൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ ഇൻ്റർവ്യൂവിന് എനിക്ക് 4ാമത്തെ റാങ്ക് കിട്ടി. അതനുസരിച്ച് ഞാൻ പാലക്കാട് വിക്ടോറിയയിൽ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. 3.5 മാസം കഴിഞ്ഞപ്പോൾ, അന്ന് ഡോക്ടർ മോളി തോമസ് ആണ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ. അവരാണെങ്കിൽ ട്രെയിനിങ് കോളേജിൽ എൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പോയി ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രാൻസ്ഫർ തരണമെന്ന്.
അത് വെച്ചിട്ട് ടീച്ചർ എനിക്ക് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പാലക്കാട് വിക്ടോറിയയിൽ നിന്ന് 3.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ട്രാൻസ്ഫർ തന്നു. അത് 73. അപ്പോൾ 73-ലാണ് ആശാൻ ജന്മശതാബ്ദി. ആശാൻ ജന്മശതാബ്ദിക്ക് പ്രസംഗം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ പ്രസംഗിക്കാൻ സാനു മാഷും തോമസ് മാത്യുവും വന്നു. ഞങ്ങളൊക്കെ കേൾക്കാൻ പോയി. തോമസ് മാത്യു അദ്ദേഹം പിന്നെ വിക്ടോറിയയിൽ എൻ്റെ കൊളീഗായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വന്നിട്ട് 2-3 മാസമല്ലേ ആയുള്ളൂ. പെട്ടെന്ന് ആണല്ലോ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. അപ്പം പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്ന് സദസ്സിലേക്ക് ഇറങ്ങി വന്ന തോമസ് മാത്യു എന്നോട് സംസാരിച്ചു. ടീച്ചർ എവിടെയാ താമസം, ഏത് കോളേജിലാണ്, എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ സൗഹൃദ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാനുമാഷ് ഇങ്ങോട്ട് തോമസ് മാത്യുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് തോമസ് മാത്യുവിനോട് ചോദിക്കുന്നു, ഇതാരാ? അപ്പോൾ സാറിന് അറിഞ്ഞൂടെ ഇത് വിലാസിനിയ? ഞാൻ പണ്ടം കണ്ടതല്ലേ. അതാണ് ഈ സംഭവങ്ങൾക്ക് ശേഷം. എന്നിട്ട് പിന്നെ ഞാൻ പിന്നെയും എനിക്ക് സാനുമാഷുമായിട്ട് അടുപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വിമൻസ് കോളേജിലെത്തി. വിമൻസ് കോളേജിലെത്തിയപ്പോൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസർ MM സരോജിനി അമ്മ സാനുമാഷിൻ്റെ കസിനാണ്. കസിൻ എന്ന് പറഞ്ഞാൽ സാനുമാഷ് ജ്യേഷ്ഠൻ്റെ മകനും സരോജിനി അമ്മ ടീച്ചർ അനുജൻ്റെ മകളും. അവർക്ക് എന്നോട് വലിയ സ്നേഹവാത്സല്യങ്ങളാണ്. അവർ കൂടെ എൻ്റെ അടുത്ത് പറയും, ഈ ചരിത്രമൊക്കെ അവർക്ക് അറിയാം. അവർ പറയും, വിലാസിനി കുട്ടി സ്നേഹം അർപ്പിച്ചത് ആ പാത്രത്തിലായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് എന്നോട് സിമ്പതിയാണ്. അപ്പോൾ വീട്ടിലേക്കൊക്കെ വിളിക്കും. അപ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ചു, വിലാസിനി വീട്ടിലേക്ക് വരണേ, ശനി ഞായറും. അപ്പോൾ ഞാൻ സദനത്തിലാണ് താമസിക്കുന്നത്. ഞാൻ അവിടുന്ന് മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ടാഗോർ ഗാർഡൻസിലേക്ക് പ്ലോട്ട് നമ്പർ 25-ലാണ് ടീച്ചർ താമസിക്കുന്നത്. നടന്നു പോകുമ്പോൾ റോഡേ വേറൊരാളെ ഇങ്ങനെ അഭിമുഖമായിട്ട് വരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ ഒന്ന് നോക്കി, അദ്ദേഹം എന്നെ നോക്കി. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി, ഇത് സാനുമാഷ അല്ലേ? അല്ലെങ്കിൽ പിന്നെ കയറി അങ്ങോട്ട് മിണ്ടിയാതൊരു നാണക്കേടാ. ഞാൻ സെനറ്റ് ഹാളിൽ വെച്ച് കണ്ടതിന് ശേഷം 4-5 കൊല്ലം കഴിഞ്ഞു. പിന്നെ ഇടയ്ക്കൊന്നും കാണുന്നില്ല. ഇടയ്ക്ക് കാണുന്നെങ്കിലേ നമ്മളുടെ ആ ഓർമ്മ ശരിയായിട്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ടീച്ചറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ടീച്ചർ ചോദിക്കും, അയ്യോ വിലാസിനി 5 മിനിറ്റ് ലേറ്റായി പോയി, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ വെച്ച് സാനുവിനെ കാണാമായിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ടീച്ചർ അത് സാനുമാഷായിരുന്നോ? ഞാൻ കണ്ട് എനിക്ക് സംശയമായി, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇതാണ് ബന്ധം, സാനുമാഷുമായിട്ടുള്ള ബന്ധം. പിന്നെ സാറുമായിട്ട് അടുത്തെനിക്ക് പരിചയം ഉണ്ടാകുന്നത് എന്നാണെന്ന് വെച്ചാൽ 1988 സാർ MLA ആയിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് വിജയമ്മ വന്ന് രാവിലെ, അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ്, രാവിലെ വന്ന് വിജയമ്മ എന്നോട് പറയുന്ന, വിലാസിനി എനിക്ക് സാനുമാഷിനെ ഒന്ന് കാണാൻ പോകണം, എനിക്കൊന്ന് കൂട്ടുവരുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് 9:30 ക്ലാസ് ആടോ, തൻ്റെ കൂടെ വന്നാൽ എനിക്ക് അതിനു മുമ്പ് എനിക്ക് ക്ലാസ്സിലെത്തണം, കുറച്ച് സമയം ഉള്ളൂ, സമ്മതം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ ഞാൻ വിജയമ്മയുടെ കൂടെ സാറിനെ കാണാൻ MLA ക്വാർട്ടേഴ്സിൽ പോയി. അപ്പോൾ വിജയമ്മ സ്വന്തം കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിജയമ്മയുടെ അടുത്ത്, വിജയമ്മ കൊല്ലം SM കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറാണ്, എൻ്റെ ക്ലാസ്മേറ്റും ആയിരുന്നു. അപ്പോൾ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ 4th, 5th, 6th, 8, 9, 10 3 ക്ലാസ്സുകളിൽ ഞങ്ങൾ അഞ്ചൽ ഹൈസ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ബാല്യകാല സുഹൃത്താണ്. അപ്പോൾ ഞാൻ പിന്നെ വിജയമ്മ ഇതെല്ലാം സ്വന്തം കാര്യമെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിജയമ്മയുടെ അടുത്ത് ചോദിക്കുന്നു, വിജയമ്മേ സാറിനോട് ചോദിക്കുക, അന്ന് വീട്ടിൽ വന്നിട്ട് എന്താ മാറിപ്പോയെന്ന്. അപ്പോൾ എന്തുകൊണ്ട് മാറി എന്നുള്ളത് എൻ്റെ ഒരു സംശയമായിരുന്നു. എന്തുകൊണ്ട്? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെടാനിട്ട്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട്, അതൊന്നും തെളിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇദ്ദേഹം പിന്നെ ഞാൻ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അവസാനത്തെ കത്തിൽ എഴുതിയിരുന്നു, വിലാസിനി എഴുതാത്ത പല കാര്യങ്ങളുമുണ്ട്, അത് അവിടെ വന്നപ്പോൾ മറ്റേവർക്കും അറിയാമെന്ന് മനസ്സിലായി, അത് അമ്മയും അറിഞ്ഞ്, അങ്ങനെയാണ് അമ്മ ഇത് വേണ്ട എന്ന് പറഞ്ഞത്. വെറുതെ അതിലൊരു സ്വഭാവഹത്യ. അതെ അതെ. വിലാസിനി ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചതാണ് എൻ്റെ അമ്മയെ. അച്ഛൻ്റെ ആദ്യത്തെ വിവാഹം അച്ഛൻ്റെ അമ്മാവൻ്റെ മകളാണ്. ആ വിവാഹം അച്ഛനെ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. അവർക്ക് ഇച്ചിരി ഡിഫക്റ്റ് ഉള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ആ വിവാഹം നടക്കുന്നതിൻ്റെ അന്ന് അച്ഛൻ പറഞ്ഞ്, എനിക്ക് വേണ്ടുന്ന പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കുമെന്ന്. അപ്പോൾ അമ്മയെ അങ്ങനെ കല്യാണം കഴിച്ചതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ സമ്മതം മൂളിയെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ആദ്യം ചോദിച്ചത് അതാണ്,
എടീ നീ 2ാം വിവാഹത്തിലുള്ള മകളാണെന്ന് നീ അറിയിച്ചോന്ന് ചോദിച്ചു അദ്ദേഹത്തെ. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അതെന്താ അറിയിക്കാഞ്ഞേ? ഞാൻ പറഞ്ഞു അതൊരു ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് അറിയിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അമ്മയോട് ചോദിച്ചു അതെന്താ മോശമാണോ അമ്മ? അതൊന്നും അല്ല, മോശമൊന്നുമല്ല. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയിരുന്നോ? ഞാൻ എഴുതിയില്ല. ഇവർക്ക് ഈ സാനുമാഷിനെ ഇദ്ദേഹം എനിക്ക് എഴുതിയിരുന്ന കുടുംബ പശ്ചാത്തലത്തെ പറ്റിയൊക്കെ ചില അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞതേ ഉള്ളു. ആര് മുഖാന്തിരം അന്വേഷിച്ചെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ 10-20 കൊല്ലപ്പോൾ കഴിഞ്ഞപ്പോൾ സാനുമാഷ് പറയുന്നു, ഇദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അന്ന് കൊല്ലത്തുള്ള ഒരു വിശ്വംഭരനോ എന്നോ മറ്റോ പേരുള്ള ഒരു സാറിന് സാനുമാഷ് എഴുതി, അദ്ദേഹം അദ്ദേഹത്തിന് പരിചയമുള്ള ആർക്കോ എഴുതി, അങ്ങനെ എന്നെ പറ്റിയുള്ള വേറെ ബോക്സ് ഡീറ്റെയിൽസ് എല്ലാം അവർ കളക്ട് ചെയ്ത് ഒരു 3-4 പേജ് ഉണ്ടായിരുന്നത് സാനുമാഷ് എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അതിലുണ്ടാകും ഈ 2ാം വിവാഹത്തിൻ്റെ കാര്യം. അതൊന്നും എൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഞാൻ ബോധപൂർവം മറച്ചതൊന്നുമല്ല. ഇതിന് ശേഷം എപ്പോഴെങ്കിലും അഴീക്കോട് മാഷെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ട്, കണ്ടിട്ടുണ്ട്. അത് ഞാൻ പട്ടാമ്പിയിലെത്തിയതിന് ശേഷം. എന്തായിരുന്നു, ഒഴിഞ്ഞു മാറുകയായിരുന്നോ? അല്ല, പട്ടാമ്പിയിലെത്തിയെന്ന് വെച്ചാൽ ഞാൻ അവിടെ MA ഉണ്ട്, പട്ടാമ്പിയിൽ മലയാളം MA ഉണ്ട്. അപ്പോൾ MA വൈവ ബോർഡിൻ്റെ ചെയർമാനാണ് ഇദ്ദേഹം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ടിരിക്കുകയാണ്. PVC സ്ഥാനത്ത് നിന്നൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും പ്രൊഫസറായിരിക്കുന്ന സമയമാണ്. അപ്പോൾ വൈവ ബോർഡിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ താഴെ വന്ന് നിന്നു. താഴെ കാറ് വരുന്ന ശബ്ദം കേട്ടിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് റൂം 2ാമത്തെ നിലയിലാണ്. സ്റ്റാഫ് റൂമിൽ നിന്ന് സാറാ ജോസഫ്, ദേശമംഗലം രാമകൃഷ്ണൻ, VP ശിവകുമാർ, സാവിത്രി, അങ്ങനെ എല്ലാവരും ഇറങ്ങി താഴേക്ക് ഓടി. കാരണം ഇവരെ സ്വീകരിക്കാൻ വേണ്ടി. ഞാൻ മാത്രം എൻ്റെ സീറ്റിൽ ഇങ്ങനെ ഒരു മൂലയ്ക്ക് എൻ്റെ സീറ്റിൽ ഞാൻ തനിയേ ഇരുന്നു. അപ്പോൾ താഴെ ഇറങ്ങി സ്വീകരിക്കാൻ നിന്നവരൊക്കെ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഇദ്ദേഹം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നിട്ട് ആദ്യം കാണുന്ന മുറി ഈ സ്റ്റാഫ് റൂമാണ്. അവിടാണ് വൈവയ്ക്ക് അറേഞ്ച് ചെയ്തതെന്ന് വിചാരിച്ച് നേരെ ആ റൂമിലേക്ക് അങ്ങ് കയറിയപ്പോൾ ഞാനിവിടെ എൻ്റെ കസേരയിൽ അങ്ങനെ ഇരിക്കുന്നു. ഇതുപോലെ ഞാൻ അനങ്ങാൻ പോയില്ല, എണീറ്റതും ഇല്ല, അനങ്ങിയതും ഇല്ല. അപ്പോൾ ഇദ്ദേഹം സ്വയം ആത്മകഥം ചെയ്തിട്ട് ഇവിടെ അല്ലേ എന്ന് ചോദിച്ചിട്ട് സ്വയം അങ്ങ് തിരിച്ച് ഇറങ്ങി. അടുത്ത മുറി ലൈബ്രറി, അതിനടുത്ത മുറി പ്രൊഫസറുടെ റൂമിലേക്ക് പോയി. പ്രൊഫസറുടെ റൂമിലായിരുന്നു അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ പിന്നെ കുട്ടികളെല്ലാം വൈവായ്ക്ക് തയ്യാറായി നിന്ന കുട്ടികളൊക്കെ ഇൻ്റർവ്യൂവിന് ഇവരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ശിവകുമാർ വന്ന് പറഞ്ഞു, പുള്ളി ഒന്നും മിണ്ടുന്നില്ല, മൗനമായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ആ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റാഫിന് പിറ്റേ ദിവസം ശനിയാഴ്ച വർക്കിംഗ് ഡേ അല്ല. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഈ വരുന്ന പാർട്ടികളെ നമ്മളൊന്ന് ആദരിക്കണമല്ലോ, അതിനുവേണ്ടി ഒരു ടീ പാർട്ടി അറേഞ്ച് ചെയ്തു. വൈകുന്നേരം 4 മണിക്ക് ടീ പാർട്ടി അറേഞ്ച് ചെയ്ത് പ്രൊഫസറുടെ റൂമിൽ തന്നെ. ഇദ്ദേഹം അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്കെല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരണമെന്ന് ഇങ്ങനെ ശിവകുമാറിനോടൊക്കെ ചോദിച്ചു. വിലാസിനി വരണം, എന്താ വന്നുകൂടാത്തത്? അപ്പോഴത്തേക്ക് എൻ്റെ കൈയൊക്കെ അങ്ങ് തണുത്തങ്ങ് മരവിച്ചു, ഐസ് പുലിയായി. അപ്പം മുമ്പേ സാവിത്രി, 2ാമത് സാറാ ജോസഫ്, 3ാമത് ഞാൻ, ബാക്കി എല്ലാവരും അവിടെ ഉപവിഷ്ടരായിരിക്കുകയാണ്. വന്ന മെമ്പേഴ്സും കോളേജിലുള്ള മെയിൽ മെമ്പേഴ്സും എല്ലാവരും. ഞാൻ റൂമിലേക്ക് കയറിയതും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം അസൽ മഞ്ഞ നിറമായി. ഇങ്ങനെ ഒരു മനുഷ്യൻ വിളറി മഞ്ഞ നിറമാകുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പിന്നെ യാതൊരു സംശയവുമില്ല, ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണെന്നുള്ളതിന്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തൻ്റെ കുറ്റബോധമാണ് ആ വിളർച്ചയായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ അവിടെ ഇരുന്ന് കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ സ്ത്രീകൾ 3 പേരും മുൻപേ ഇറങ്ങി ഞങ്ങളുടെ റൂമിലേക്ക് പോരുന്നു. ഒരു വൈവാ ബോർഡ് മെമ്പേഴ്സ് എല്ലാം പോയി. പിറ്റേ ദിവസം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോയില്ല. അതിനുശേഷം പട്ടാമ്പിയിൽ ഒരു സംസ്കൃത സെമിനാർ അറേഞ്ച് ചെയ്തു. 3 ദിവസത്തെ സെമിനാറാണ്. സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ്. എല്ലാ കോളേജിൽ നിന്നും ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് വളരെ ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു. കോളേജിന് 3 ദിവസം ഹോളിഡേ ആയിരുന്നു. അന്ന് ഇദ്ദേഹത്തെ പാശ്ചാത്യ സാഹിത്യ ദർശനത്തെ പറ്റി സംസാരിക്കാനുള്ള ഓരോരോ സെമിനാറല്ലേ, ഓരോരോ യോഗങ്ങളാണ്. അതിൽ പാശ്ചാത്യ സാഹിത്യ ദർശനത്തെ പറ്റി സംസാരിക്കാനുള്ള
ആ ഒരു സെമിനാറിൻ്റെ അധ്യക്ഷനായിട്ട് ഇദ്ദേഹം. ഓക്കെ പിന്നെ കുഞ്ചുണ്ണി രാജയുണ്ട്, വേറെ ഓക്കെ പ്രഗത്ഭനായ കുഞ്ചുണ്ണി രാജ. പിന്നെ ഡോക്ടർ KN തരകൻ, ഓക്കെ അത് അദ്ദേഹത്തിൻ്റെ ഇടതും വലതുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് സദസ്സിൽ ഞാനും സാറാ ജോസഫും കൂടെ പോയിരുന്നു. ആ അപ്പോൾ കർട്ടൻ ഉയർന്നപ്പോൾ വേദിയിലിരിക്കുന്നവർ സദസ്സിലിരിക്കുന്നവരെ കണ്ട് ആ ഇദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റ്. അന്ന് പട്ടാമ്പി നേർച്ചയുടെ ദിവസമാണ്. പട്ടാമ്പി നേർച്ച എന്ന് പറഞ്ഞൊരു ഉത്സവമാണ്. അതിൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും കൂടെ ചേർന്നുള്ള ഉത്സവമാണ്. അതിൽ 60 ആനകളൊക്കെ പങ്കെടുക്കും. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞ്, ഞാനിവിടെ വന്നപ്പോൾ ഇന്ന് പട്ടാമ്പി നേർച്ചയാണ്. ഞാനിവിടെ വന്നപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചു, പട്ടാമ്പി നേർച്ചയിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഞാൻ പങ്കെടുക്കാൻ വന്നതും ഒരു നേർച്ചയിലാണ്. ഞാൻ പങ്കെടുക്കാൻ വന്ന നേർച്ചയിൽ സഹിനിൽ പോലും കാണാത്തത്ര ഔന്നത്യമുള്ള ആനകൾ എൻ്റെ വലതും ഇടതും മുൻപിലുമായിട്ടിരിക്കുന്നു. ഒട്ടനെ സാറാ ജോസഫിന് പിടികിട്ടി. എൻ്റെ ചെവിയിലായിട്ട് പറഞ്ഞു, വിലാസിനി ടീച്ചറെ, വാക്കുകൾക്ക് മുനയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വളരെ. എന്നിട്ട് പിന്നെ പ്രസംഗം അങ്ങ് തുടങ്ങിയപ്പോൾ മുഴുവനും ചിന്താവിഷ്ടയായ സീതയിലെ കാര്യങ്ങളാണ്. പാശ്ചാത്യ സാഹിത്യ ദർശനത്തിൻ്റെ അടിതെറ്റിയിട്ട്. എന്നിട്ട് രാമൻ്റെ എല്ലാ തെറ്റുകളോടും പൊറുക്കാൻ സീതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് അതിവിസ്തൃത ദേശകാലജസ്ഥിതിയാൽ നീതി വിഭിന്നമാകിലും ക്ഷിതിനാഥ പരാർത്ഥ ജീവികൾക്ക് എതിരില്ലാത്ത നിദർശനം ഭവാൻ എന്ന ശ്രീരാമനെ ഏറ്റവും ഔന്നത്യത്തിലിരുത്തി സീതയെ ആദരിക്കാൻ കാരണം ഇതുപോലുള്ള ഒരുപാട് പരാമർശങ്ങൾ. കുമ്പസാരമായിരുന്നു. കുമ്പസാരമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മെയിൽ മെമ്പേഴ്സ് അധ്യാപകരൊന്നും ആ പ്രസംഗം കേൾക്കാൻ എത്തിയിരുന്നില്ല. പിറ്റേ ദിവസം ഞാനും സാറാ ജോസഫും ഹോസ്റ്റലിലാണ്. ഞങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലിൽ നിന്ന് കോളേജിലെത്തിയപ്പോൾ ശിവകുമാർ സാറയോട് ചോദിച്ചു, സാറേ ഇന്നലെ പ്രസംഗം കേൾക്കാൻ പോയോ? പോയി. ഞങ്ങൾ രണ്ടുപേരും, ഞാനും വിലാസൻ ടീച്ചറും പോയി. അഴീക്കോടിൻ്റെ പ്രസംഗം എങ്ങനെയിരുന്നു? പ്രസംഗം മുഴുക്കെ ഒരാൾക്ക് വേണ്ടിയായിരുന്നു എന്ന് സാറാ. ടീച്ചർ ഇപ്പോഴും കരുതുന്നുണ്ടോ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവുന്നു? യെസ്, ഐ ആം വെയിറ്റിംഗ്. ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ നീതി അല്ല ഉള്ളതല്ല. വളരെയധികം നന്ദി വർത്തമാനത്തിൽ പങ്കെടുത്തതിന്.